ഹായ് നമസ്കാരം. ഞാൻ അലിൻ ജോസ് പെരേര, പ്രസംഗോണൻ മൂവി റിവ്യൂവർ. അപ്പോൾ ഞാൻ ഇന്ന് പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് കടകൻ എന്ന മൂവി കണ്ടിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ കുറേ ഗേൾസ് ഫാൻസ് നിർബന്ധിച്ചു കടകൻ കാണണമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് ഗേൾസ് ഫാൻസിന് വേണ്ടിയാണ് ഞാൻ കടകൻ മൂവി കണ്ടത്. പിന്നെ പ്രത്യേകിച്ചും ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ അശ്വിൻ കോക്കിനെ എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ അശ്വിൻ കോക്ക് കടകൻ മൂവിനെ പറ്റി വിവാദപരമായിട്ടുള്ള നെഗറ്റീവ് റിവ്യൂ ആണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് കണ്ട മൂവി കടകൻ എന്ന മൂവിയാണ്. സജിൽ മൻപാട്ട് സംവിധാനം ചെയ്ത മികച്ച ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. സിനിമ കടത്തനാട്ട് സിനിമാസാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, കടത്തനാട്ട് ഫിലിംസ്. അപ്പോൾ എന്തുകൊണ്ടും തീർച്ചയായിട്ടും കാണേണ്ട ഒരു മലയാള ചിത്രമാണ്. RDXന് ശേഷം അടുത്തൊരു ഇടിപ്പടം എന്ന് തന്നെ പറയാം. ഇടിയുടെ അടിയുടെ വെടിയുടെ ഇടിവെട്ട് പെരുന്നാൾ തന്നെ പറയാം. കടക്കൻ ഒരു മണൽ വാരുന്ന വ്യക്തിയായിട്ടാണ് നമ്മുടെ ഹക്കീം ഏട്ടൻ വരുന്നത്. ഹക്കീം നായകനാണ്. അപ്പോൾ ഹക്കീമിൻ്റെ ആദ്യത്തെ ചിത്രം മികച്ച രീതിയിൽ തന്നെ വർക്കൗട്ടായി പോയിട്ടുണ്ട്. ക്യാമറ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും BGM ആണെങ്കിലും പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ച തരത്തിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന വേറെ ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്ന നമ്മുടെ ഹരിശ്രീകൃഷ്ണൻ ചേട്ടനാണെങ്കിൽ അച്ഛനായിട്ട് ത്രൂ ഔട്ട് ഫസ്റ്റ് ഹാഫ് അത്ര അച്ഛൻ ക്യാരക്ടറിലേക്ക് വന്നില്ലെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കൂടുതലും മിന്നുന്ന തരം ഒരു തീപ്പൊരി പെർഫോമൻസ് ആണ് ഹരിശ്രീകൃഷ്ണൻ ചെയ്തിരിക്കുന്നത്. സാധാരണ ഹരിശ്രീകൃഷ്ണന്റെ പറവ എന്ന സിനിമയിലേക്ക് പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പറവയ്ക്ക് ശേഷം ഒരു മികച്ച പെർഫോമൻസ് ആയിരിക്കും ഈ ഹരിശ്രീകൃഷ്ണന്റെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന കടകനിലെ പെർഫോമൻസ്. ഒരു ലോറി ബേസ് ചെയ്താണ്, മണൽ വരുന്ന ലോറി ഡ്രൈവറായിട്ടാണ് ഹക്കീം വരുന്നത്, MD ആയിട്ടും. അപ്പോൾ മണൽ വാരുന്നത് അത്ര നല്ല പണിയല്ലെന്ന് മെസ്സേജുള്ള ഒരു സ്റ്റോറിയാണ്. ഒരു ഫ്രണ്ട്ഷിപ്പും ഇമോഷൻസും ട്രാജഡികളും എല്ലാം കൂടി കോർത്തിണക്കിയ ഒരു മികച്ചൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ചിത്രത്തിൽ എടുത്തു പറയേണ്ടത്. ഗോപി സുന്ദരേട്ടന്റെ മികച്ച മ്യൂസിക്കാണ്. അപ്പോൾ ഗോപി സുന്ദറിനെ ജയ് വിളിക്കുന്നു. അപ്പോൾ ഗോപി സുന്ദറിന്റെ അതിഗംഭീരമായിട്ടുള്ള പശ്ചാത്തല സംഗീതം ഈ സിനിമയ്ക്ക് യോജിച്ചാണ്. പിന്നെ ഇതിലെ നായികയായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ സോണയാണ്. നമ്മുടെ മേരി ലൈലയിലൊക്കെ നായികയായിട്ട്, ഹോമേർ ലൈലയിലൊക്കെ നായികയായിട്ട് അഭിനയിച്ച സോണയാണ് ചിത്രത്തിൽ നായികയായിട്ട് അഭിനയിച്ചത്. അപ്പോൾ സോനയും നമ്മുടെ ഹക്കീമായിട്ടുള്ള താര ജോഡി വർക്കൗട്ടായി പോകുന്ന പ്രണയവും എല്ലാം കൂടി ചേർത്തൊരു വണ്ടർഫുൾ എന്റർടൈൻമെന്റ് പാക്കേജ് ആണ് ഈ കടക്കൻ മൂവി. ഇപ്പോൾ സജിൽ മൻപാട്ടിന്റെ മികച്ച ഡയറക്ഷൻ ഇതിൽ പുതുമയായിട്ട് തോന്നുന്നുണ്ട്. മികച്ച സിനിമാറ്റോഗ്രാഫിയാണ്. ഓരോ ഫ്രെയിമിലും ഓരോ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലും നല്ല രീതിയിൽ തന്നെ മേക്ക് ഓവർ ചെയ്താണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഒരു നാട്ട് കാര്യങ്ങളാണ് ഇതിൽ ചിത്രത്തിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നിർമ്മൽ പാലായി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മണികണ്ഠൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു ഗ്രാമീണ സിനിമയെന്ന് തന്നെ പറയാം. മികച്ച ഒരു ഗാന പശ്ചാത്തലമാണ് സിനിമയുടെ. അധികം പാട്ടുകളൊന്നും ഇല്ലെങ്കിൽ തന്നെ 1-2 പാട്ടുകൾ തന്നെ നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹക്കീമിന്റെ എടുത്തു പറയേണ്ട ഒരു നായകവേഷം എന്ന് തന്നെ പറയാം. പുതുമുഖ നടന്മാരിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വന്നതിൽ ഹക്കീം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് വൈസ് ഗംഭീരമാക്കി ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പ്രേക്ഷകർ ധൈര്യമായിട്ടും തിയേറ്ററിൽ വന്ന് പടം കാണുക. അല്ലാണ്ട് അശ്വിൻ കോക്കിന്റെയും ഉണ്ണി വ്ളോഗിന്റെ ഒക്കെ റിവ്യൂ നോക്കിയിട്ടല്ല തിയേറ്ററിൽ, എൻ്റെ റിവ്യൂ മാത്രമല്ല, തിയേറ്ററിൽ ഒന്ന് സിനിമ കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. അപ്പോൾ കടക്കൻ എന്ന ഗംഭീരമായിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് പ്രസംഗം അലിൻ ജോസ് പെരേര കൊടുക്കുന്നു 5-ൽ 4.5. അപ്പോൾ ഗംഭീര സിനിമയാണ്, മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഹക്കീം ഷാജഹാന്റെ മികച്ച ഗാംഭീര്യം നിറഞ്ഞ പെർഫോമൻസ് ത്രൂ ഔട്ട് ആയിട്ട് എൻഗേജിങ് ആയിട്ട് കാണാൻ പറ്റുന്ന സിനിമയായിരിക്കും. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അഡാറ് റിയലിസ്റ്റിക് ഫൈറ്റ് ആണ്. അപ്പോൾ ഇടിയുടെ പെരുന്നാൾ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് മസ്റ്റ് തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഗുഡ് ലക്ക് ഫിലിമാണ് ഈ കടക്കൻ. അപ്പോൾ ലോറി ഇഷ്ടപ്പെടുന്നവർക്ക് സ്ഫടികത്തിൽ ലാലേട്ടനെ പോലെ നമ്മുടെ ഹക്കീം ഷാജഹാനെ കാണാൻ പറ്റും. അപ്പോൾ ഹക്കീമിന്റെ മികച്ച നായകവേഷം, ഗംഭീര പെർഫോമൻസ്. അപ്പോൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സീരിയസ് ത്രില്ലിങ് ഇമോഷൻസ് ചെറിയായിട്ട് കോമഡിയും എല്ലാം കൂടി ചേർത്ത ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആണ് കടക്കൻ. അപ്പോൾ കടക്കൻ എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണേണ്ട സിനിമയാണ്. റേറ്റിംഗ് 5-ൽ 4.5. താങ്ക് യു.